മറ്റൊരു വാർത്തയിലേക്ക് പോകണം. 1.5 പതിറ്റാണ്ടിന് ശേഷം പാലക്കാട് വിളയൂർ മാങ്കുറ്റി പാടശേഖരത്തെ ഇറക്കിയ ഒന്നാം വിള നെൽകൃഷിയിൽ 100 മേനി വിളവ്. 7 ഏക്കറിൽ നടത്തിയ കൃഷിയിൽ വിളവെടുപ്പ് ആരംഭിച്ചു. വിളയൂർ മാങ്കുറ്റി പാടശേഖരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഒന്നാം വിള നെൽകൃഷി ഇറക്കിയത്. പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ 15 വർഷമായി ഇവിടം ഒന്നാം വിള എടുക്കാറില്ല. എന്നാൽ ഇത്തവണ പ്രദേശത്തെ കർഷകരായ രാജേഷ്, മണികണ്ഠൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നാം വിള നെൽകൃഷിക്ക് മുന്നിട്ടിറങ്ങുകയായിരുന്നു. 37 ഏക്കറിൽ 7 ഏക്കറിൽ ഇറക്കിയ ഒന്നാം വിള കൃഷിയുടെ വിളവെടുപ്പാണ് നടക്കുന്നത്. പന്നിശല്യവും കാലാവസ്ഥാ പ്രശ്നങ്ങളുമെല്ലാം മറികടന്ന് നടത്തിയ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചുവെന്നാണ് കർഷകനായ കെ രാജേഷ് പറയുന്നത്. പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒന്നാം വിള എടുത്താണ്. പിന്നെ പ്രകൃതിയുടെ ഒരു ഇതുകൊണ്ട് വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മഴയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറിനാണ് നമുക്ക്, കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അതിനെ പറ്റിയ ഷെഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ കെട്ടി വെച്ച് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ എന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു സൗകര്യങ്ങൾ വളരെ കുറവാണ്. ജ്യോതി നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. മഴ വിട്ടുനിന്ന സാഹചര്യത്തിലാണ് തൃശൂരിൽ നിന്നും കൊയ്ത്തുമെതി യന്ത്രം എത്തിച്ച് വിളവെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. പാടശേഖരത്തിലെ ബാക്കിയുള്ള 37 ഏക്കറിൽ രണ്ടാം വിള നെൽകൃഷിക്കുള്ള പ്രവൃത്തികളും തുടങ്ങിയിട്ടുണ്ട്. തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് തന്നെയാണ് കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം. ജലസേചനത്തിന് ശാശ്വതമായ പരിഹാരങ്ങൾ ഇല്ലാത്തതും കർഷകരെ വലയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്.